നോമ്പ് ധ്യാനം 44-ാം ദിനം. അല്പസമയത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 15 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. വേദഭാഗത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് വിശുദ്ധ നോമ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി ചില ചിന്തകൾ ധ്യാനിക്കാം. മനുഷ്യരാകുന്ന നാം ഓരോരുത്തരും 3 കാര്യങ്ങളുടെ സങ്കരമാണ്: ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരമാകുന്ന പുറമേയുള്ള ഈ രൂപത്തിനല്ല പ്രാധാന്യം. അത് മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ നാം ഓരോരുത്തരും ഓരോ ആത്മാവാണ്. അതിനൊരു മനസ്സുണ്ട്. ആ മനസ്സിൽ ആഗ്രഹങ്ങളും വികാരങ്ങളുമുണ്ട്. ആത്മാവിന്റെ രൂപത്തിലിരിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളെ നടത്തിയെടുക്കാൻ സാധിക്കുന്നില്ല. അതിന് ആത്മാവ് സ്വീകരിക്കുന്ന ഒരു രൂപമാണ് ശരീരം. മരക്കൊമ്പിൽ കൂടുകൂട്ടുന്ന ഒരു കിളിയോട് നമ്മുടെ ജീവിതത്തെ സാമ്യപ്പെടുത്താം. കൊമ്പാകുന്ന ശരീരം ഒടിഞ്ഞില്ലാതെയാകുമ്പോൾ ആത്മാവാകുന്ന കിളി അതിൽ നിന്ന് പറന്നകലുന്നു. കൊമ്പാകുന്ന ശരീരത്തിന്റെ അനുഭവത്തിലിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഈ നാളുകളിൽ നമ്മുടെ പ്രവൃത്തികളെ നന്മയുള്ളതാക്കാനും അതുവഴി നമ്മുടെ ആത്മാവിനെ ദൈവത്തോടുള്ള ബന്ധത്തിലാക്കി തീർക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് കടക്കാം. 25-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോടും അനുയായികളോടും പരോക്ഷമായി തന്റെ വിടവാങ്ങലിനെ പറ്റിയും തന്റെ 2ാം വരവിനെ പറ്റിയും സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യരൂപത്തിലുള്ള തന്റെ വാസം അവസാനിക്കുകയാണ് എന്നും താൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്നും തന്റെ 2ാം വരവിലേക്ക് തന്റെ അനുയായികൾ എപ്രകാരം ഒരുങ്ങിയിരിക്കണം എന്നുമുള്ള പഠിപ്പിക്കലാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. 2ാം വരവിലേക്ക് ജാഗ്രതയോടെ അലസത കൂടാതെ ഇരിക്കുവീൻ എന്ന ആഹ്വാനമാണ് ഈ വേദഭാഗത്തെ 2 ഉപമകളിലൂടെ കർത്താവ് നൽകുന്നത്. താലന്തുകളുടെ ഈ ഉപമയ്ക്ക് നിരവധി വ്യാഖ്യാനങ്ങൾ കൊടുക്കാനായി സാധിക്കും. ദൂരദേശത്തേക്ക് പോകുന്ന ആ യജമാനൻ യേശുവാണ്. താലന്തുകൾ എന്ന് പറയുന്നത് സുവിശേഷമാണ്. യജമാനന്റെ മടങ്ങി വരവ് എന്ന് പറയുന്നത് കർത്താവിന്റെ 2ാം വരവാണ്. യേശു തന്റെ 2ാം വരവിൽ കണക്കെടുപ്പ് നടത്തുമ്പോൾ നമ്മെ ഏൽപ്പിച്ച സുവിശേഷത്തെ നാം എത്രമാത്രം വർദ്ധിപ്പിച്ചു എന്നതിന്റെ കണക്ക് കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ലോകമെമ്പാടും പോയി എന്റെ സാക്ഷികളാകാൻ പറഞ്ഞേൽപ്പിക്കുന്നതായി മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോമ്പിന്റെ ഈ നാളുകളിൽ നമ്മെയും അപ്രകാരം തിരുവചനമേൽപ്പിച്ച് കർത്താവ് പറഞ്ഞയക്കുകയാണ്. അപ്രകാരം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ അതേൽപ്പിച്ച യജമാനനുമായി സ്നേഹത്തിലും ബഹുമാനത്തിലും ഉള്ള ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ഈ വേദഭാഗത്ത് 3ാമത്തെ ദാസൻ തന്റെ യജമാനനെ കഠിനഹൃദയനായ മനുഷ്യൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. എന്നാൽ നമ്മെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ആ യജമാനനെ, അകമഴിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ആ പിതാവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മെ ഏൽപ്പിച്ച സുവിശേഷത്തെ വർദ്ധിപ്പിക്കാനുള്ള വാഞ്ച നമ്മിലുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നോമ്പിന്റെ ഈ ദിനങ്ങളിൽ തിരുവചനവുമായി ഇറങ്ങിത്തിരിക്കുവാനുള്ള നമ്മുടെ ദൗത്യത്തെ സ്വീകരിക്കുവാനും അത് അർത്ഥവത്തായി മറ്റുള്ളവരിലേക്ക് പകരുവാനും അതുവഴി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളിക്ക് ഓഹരിക്കാരായി തീരുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചന ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.